ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളോട് UDFന് ഒരു നിലപാടുണ്ട്. കാരണം അവർക്കത് തള്ളിപ്പറഞ്ഞേ മതിയാകുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ അവർ അത് തള്ളിപ്പറയുകയും ചെയ്യും. പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അവരുടെ ഒരു പ്രമുഖമായ ഘടകകക്ഷി ആയതുകൊണ്ട് തന്നെ അവരുടെ നിലപാടുകൾ വ്യക്തമാണ്, അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും വ്യക്തമാണ്. പക്ഷേ ഇവിടെ പെട്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്. തീർച്ചയായും അത് സ്വാഭാവികമാണ്. ഇവിടെ പെട്ടിരിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണ്. ഏറ്റവും അനുകൂലമായി തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ പ്രസ്താവനകളെ UDF രാഷ്ട്രീയമായി കാണുന്നത്. കാരണം ഇവിടെ ഒരു കൺസോളിഡേഷൻ, ന്യൂനപക്ഷ വിഭാഗത്തിലെ പ്രമുഖ വിഭാഗമായ മുസ്ലിം മതവിഭാഗത്തിൻ്റെ കൺസോളിഡേഷൻ സംഭവിച്ചാൽ അത് UDFന് അനുകൂലമായി മാത്രമേ സംഭവിക്കൂ. ഇത് വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി കാണുന്നത് ഇടതുപക്ഷത്തിൻ്റെ ഒരു നാവായിട്ട് തന്നെയാണ്. SNDP യോഗത്തെ മൊത്തമായിട്ടല്ല, ഈഴവ സമുദായത്തെ മൊത്തമായിട്ടൊന്നും പറയാനാവില്ല. പക്ഷേ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വരുന്ന ഏത് പ്രസ്താവന ഏത് സതുദ്ദേശത്തോടെ ആണെങ്കിലും ആത്യന്തികമായി ഒരുപക്ഷെ ഹൈന്ദവ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് എന്ന് വ്യാഖ്യാനിക്കാമെങ്കിൽ പോലും അതിൻ്റെ ട്രാക്ഷൻ വരുന്നത് ഇടതുപക്ഷ ഒരു 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 അനുഭാവി എന്ന നിലയിൽ അങ്ങനെ ഒരു പ്രസ്താവന വരുമ്പോൾ ഇടതുപക്ഷം ഇപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഏതാണ്ട് വൻതോതിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു, മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും. പിന്നെ ബാക്കിയുള്ളത് ഹൈന്ദവ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ പിന്തുണയാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ സാമുദായിക ഗ്രൂപ്പായ ഈഴവ സമുദായം. ആ സമുദായം എപ്പോഴും ഒരു ഇടതുപക്ഷ അനുഭാവമാണ് ഭൂരിപക്ഷം സമുദായ അംഗങ്ങളും രാഷ്ട്രീയമായി പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ തീർച്ചയായും ശ്രീ സേനാപതി വേണു പറഞ്ഞത് വളരെ ശരിയാണ്. സമുദായത്തിൻ്റെ ഉന്നത നേതാക്കൾ പലരും കോൺഗ്രസ് പാർട്ടിയിലൂടെ കടന്നു വന്നവരാണ്, കോൺഗ്രസ് പാർട്ടിയുടെ ആക്റ്റീവ് മെമ്പേഴ്സ് ആയിരുന്നവരാണ്. അത് നിഷേധിക്കാനാവില്ല. പക്ഷേ സമുദായത്തിൻ്റെ വോട്ടർമാർ സാമുദായിക നേതൃത്വം പറയുന്നതനുസരിച്ച് മാത്രമല്ല വോട്ട് ചെയ്യുന്നത് എന്നതും പ്രത്യേകമായി നമ്മൾ വിസ്മരിക്കരുത്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ UDF സംവിധാനം ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച മേൽക്കൈ നിലനിർത്തുകയും കൺസോളിഡേറ്റ് ചെയ്യുകയും മലബാർ മേഖലയിലെ CPMൻ്റെ ശക്തി ദുർഗങ്ങളിലേക്ക് ഇരച്ചു കയറുകയും സാധിക്കണമെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ വലിയൊരു വിഭാഗത്തെ കൂടെ നിർത്തിയേ മതിയാവൂ. അത് തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഇതുപോലെയുള്ള പ്രസ്താവനകൾ ഇതൊരു മുസ്ലിം ലീഗിനെ കുറിച്ചാണ് എന്നാണല്ലോ ആവർത്തിച്ച് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കൂ. മലപ്പുറം ജില്ല, അപ്പോൾ സ്വാഭാവികമായി പറയും മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ല മുസ്ലിം ലീഗിൻ്റെ മാത്രം കുത്തക അവകാശമാണോ? അല്ല. പക്ഷേ മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ അവിടെ മുസ്ലിം ലീഗിന് പ്രാധാന്യമുണ്ടെങ്കിലും മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷമുള്ള കേരളത്തിലെ ജില്ല എന്ന നിലയിൽ അങ്ങനെ ഒരു പരിപ്രേക്ഷ്യം ഉണ്ടാവും. അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ശക്തി കേന്ദ്രങ്ങളാണ് മറ്റ് പല വടക്കൻ മേഖലകളും. അവിടേക്കെല്ലാം എണ്ണി പറയുകയും ഈരാറ്റുപേട്ടയുടെ പേര് പറയുന്നത് എന്തുകൊണ്ടാണ്? ഈരാറ്റുപേട്ടയിൽ സാമാന്യം നല്ല തോതിൽ മുസ്ലിം ജനവിഭാഗങ്ങൾ പാർക്കുന്ന ഇടമാണ്. അവിടെ നമുക്കറിയാം PC ജോർജൊക്കെ ആ ഭാഗത്ത്, പൂഞ്ഞാർ, ഈരാറ്റുപേട്ട ആ ഭാഗത്തൊക്കെയുള്ള PC ജോർജിനൊക്കെ ഒരു കാലത്ത് ലഭിച്ചിരുന്ന പിന്തുണ, മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണ ലഭിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് അത് അങ്ങനെ തിരിച്ച് വേറൊരു നിലപാടിലേക്ക് അദ്ദേഹം മാറിയിരിക്കുന്നു. അപ്പം മുസ്ലിം ജനവിഭാഗം വലിയ രീതിയിൽ ആനുകൂല്യങ്ങൾ UDF സംവിധാനം അധികാരത്തിലെത്തുമ്പോൾ അവരെ കണക്ക് പറഞ്ഞ് 5ാം മന്ത്രിസ്ഥാനം മാത്രമല്ല മറിച്ച് ഏറെ ആനുകൂല്യങ്ങൾ ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനങ്ങളുടെ ഫലമായുള്ള സ്കൂളുകൾ, കോളേജുകൾ, മറ്റ് സ്ഥാപനങ്ങൾ, സർക്കാർ ഖജനാവിൽ നിന്നും പണം മുടക്കേണ്ട സ്ഥാപനങ്ങൾ, ഇതിൻ്റെ എല്ലാം ആനുകൂല്യം മുസ്ലിം സമുദായം പറ്റുന്നു എന്ന രീതിയിലാണ് ഇത് റിസണേറ്റ് ചെയ്യുന്നത്. മുസ്ലിം ലീഗിനെ ആയിരിക്കും ആക്രമിക്കുന്നത്. പക്ഷേ എന്തെല്ലാം വെള്ളാപ്പള്ളി നടേശൻ വിശദീകരിക്കാൻ ശ്രമിച്ചാലും മുസ്ലിം ജനസാമാന്യം ഇവിടെ വെള്ളാപ്പള്ളി വിരുദ്ധരായിട്ട് മാറുകയാണ്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായി അത് ഇടതുപക്ഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു പണിയാണ് എന്നുകൂടി മാറുന്നു. അതുകൊണ്ടാണ് സ്വാഭാവികമായി ഇതിൻ്റെ അഡ്വാൻറ്റേജ് UDF ലഭിക്കുന്നത്. UDF കാര്യമായി ഇതേക്കുറിച്ച് പ്രതികരിച്ച് കണ്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയെ തീർച്ചയായും വലിയ രൂക്ഷമായ പ്രതികരണമൊന്നും അവിടെ വന്നില്ല. കാരണം അവർക്കറിയാം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നത് കോൺഗ്രസ് പാർട്ടിക്കും UDFനും മുസ്ലിം ലീഗിനും തന്നെയാണ് എന്നതാണ്. നോക്കൂ, 26% കേരളീയർ മുസ്ലിങ്ങളാണെന്ന് ഓർക്കണം. 26-27% ഉണ്ട്. അതിൻ്റെ നല്ലൊരു പങ്ക് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് സ്വാഭാവികമായി മേൽക്കൈ ലഭിക്കേണ്ട കണ്ണൂർ ജില്ല, കാസർഗോഡ് ജില്ല, കോഴിക്കോട് ജില്ല, അല്ലേ, മലപ്പുറം ജില്ല എപ്പോഴും UDFന് അനുകൂലമായി നിൽക്കുന്ന ജില്ലയാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ആ ഒരു ഫീൽഡമായതുകൊണ്ടാണ്.
അപ്പം ഇവർ തൃശ്ശൂർ പോലും ചെറിയ രീതിയിൽ മുസ്ലിം പ്രസൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ തിരിയുകയാണെങ്കിൽ ഒരു തുടർ ഭരണം എന്നത് CPM-നെ ചിന്തിക്കാൻ പോലും ആവാത്ത രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രക്രിയക്കാണ്, ഒരു രാഷ്ട്രീയ സുനാമി എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രക്രിയക്ക് തന്നെയാണ് ഇവിടെ വെള്ളാപ്പള്ളി നടേശൻ ഈ അവസാന ഘട്ടത്തിൽ കേവലം ഇനി ഒരു 100 ദിവസത്തിനുള്ളിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരുമല്ലോ. അപ്പോൾ ഈ 100 ദിവസത്തിനുള്ളിൽ ഇതുപോലെയുള്ള കാര്യങ്ങളാവും ഇനിയുള്ള ദിവസങ്ങളിൽ സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ വേറൊരു കാര്യം കൂടി നമ്മൾ പറയാതെ പറഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇത് UDF LDF പോരാട്ടമായി മാറുകയാണ്. ഇവിടെ ശ്രീ RV ബാബു ചർച്ചയിൽ ഉണ്ടല്ലോ. അപ്പോൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ അദ്ദേഹം കാണുന്നില്ല. അപ്പം ശ്രീ RV ബാബു എടുത്തൊരു നിലപാട് ഞാനത് ശ്രദ്ധിച്ചു. അദ്ദേഹം ചർച്ചയിലുണ്ട് സർ. ചർച്ച ഓക്കെ, തീർച്ചയായിട്ടും. അപ്പം ശ്രീ RV ബാബു എടുത്ത ഒരു നിലപാട് അത് തീർച്ചയായും പ്രഥമദൃഷ്ട്യാ ശരിയാണ്. ഹിന്ദു സമുദായത്തിൻ്റെ അകമാന ഒരു കാര്യത്തിന് വേണ്ടി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചു എന്ന് തോന്നാം. പക്ഷേ അങ്ങനെയല്ല എനിക്ക് യഥാർത്ഥത്തിൽ അത് ഫീൽ ചെയ്തത്. അതിനെ മാറി നിന്നുകൊണ്ട്, ഞാനിതിൻ്റെ പാർട്ടിയുടെ ഭാഗമല്ല, പൊതുസമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നോക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്തത് ഈഴവ സമുദായത്തിന് ന്യായമായ പ്രാതിനിധ്യം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സമുദായത്തിൽ സമുദായ അംഗങ്ങൾക്കിടയിൽ തൻ്റെ പിടി ഉറപ്പായി നിൽക്കുന്നു. അത് സാധിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിലൂടെ അദ്ദേഹത്തിന് സാധിക്കാമായിരുന്നല്ലോ. പക്ഷേ അത് സാധിച്ചില്ല. കഴിഞ്ഞ 10 വർഷവും ഇടതുപക്ഷം ഭരിച്ചപ്പോൾ ആ 10 വർഷത്തിന് മുൻപ് UDF-ൻ്റെ മന്ത്രിമാർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനാണല്ലോ വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനം കൊടുക്കുന്നത്, അവരിരുന്ന സമയത്ത് തങ്ങൾക്ക് അനുവദിച്ചില്ല എന്ന് ഇപ്പോഴിതാ 10 വർഷത്തിന് ശേഷം പറഞ്ഞാൽ സാമാന്യ ജനം അതിനെ എങ്ങനെയാണ് എടുക്കുക? അപ്പോൾ അവിടെ ഒരു വിശാലമായ അർത്ഥത്തിൽ ഈ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു പ്രസ്താവനയായി ഇതിനെ വിവക്ഷിക്കാം. അങ്ങനെയെങ്കിൽ മോഹൻ വർഗീസ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. തങ്ങൾ 10 കൊല്ലം മുൻപ് അനുഭവിച്ച ഈ ഒരു അവഗണന ഇനിയും ആവർത്തിക്കപ്പെടാം എന്നുള്ള ഒരു ആശങ്ക വരുന്നുണ്ട്. കാരണം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം UDF കൊയ്ത നേട്ടം ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരികയാണെങ്കിൽ അവർ അധികാരത്തിലെത്തിയാൽ ഇത് തന്നെ പിന്തുടരും. അങ്ങനെ പിന്തുടരാൻ മുസ്ലിം ലീഗ് സമ്മർദ്ദം ചെലുത്തും. ആ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ഇനി ഇത് ആവർത്തിക്കും എന്നുള്ളൊരാശങ്ക പറയുന്നു. അപ്പോഴാണ് വീണ്ടും പറയുന്നത് പിണറായി വിജയൻ മൂന്നാമതും വന്നാൽ എന്താണ് തെറ്റ്? കാരണം ഇവർക്ക് അടിമപ്പെടുന്നത് പോലെ, മുസ്ലിം ലീഗിന് അടിമപ്പെടുന്നത് പോലെ UDF അടിമപ്പെടുന്നത് പോലെ LDF അടിമപ്പെടുന്നില്ലല്ലോ എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത് ശരിയാണ്. തീർച്ചയായും ശ്രീ പിണറായി വിജയൻ മൂന്നാമതും അധികാരത്തിൽ വരണമെന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് ആ LDF-ൻ്റെ സാധ്യതകളെക്കുറിച്ചല്ല. ഭാരതീയ ജനതാ പാർട്ടി ഏറെ പ്രതീക്ഷ വെക്കുന്നു. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രതീക്ഷകൾ വയ്ക്കുന്നു. ആ പ്രതീക്ഷകളുടെ ഒരു നല്ല പങ്കും ഈഴവ സമുദായവുമായി ബന്ധപ്പെട്ട വോട്ടുകളാണ് എന്ന് എനിക്കറിയാം. കാരണം അങ്ങനെയാണല്ലോ ഇത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ഏതാനും വർഷം, കഴിഞ്ഞ 3-4 വർഷമായി ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളുടെ, അത് SNDP യോഗം വഴി വരുന്ന വോട്ടുകളല്ല, BDJS വഴി വരുന്ന വോട്ടുകളല്ല, നേരിട്ട് SNDPയുടെ ആളുകളുമല്ല, ഈഴവ സമുദായത്തിൻ്റെ വോട്ടുകളുടെ നല്ലൊരു പങ്ക് LDF-ൽ നിന്നും നേരെ BJP-യിലേക്ക് വരികയാണ്. ആ ഒരു ഒഴുക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് BJP-യെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും വലിയ ആശങ്കാജനകമായൊരു കാര്യമാണ്. ഇതിന് നേട്ടം ഭാഗികമായിട്ടെങ്കിലും LDF-ന് കൊയ്യാമല്ലോ. അവിടെ ഒരു 2 ഹോഴ്സ് റേസിലേക്ക് ഉറക്കുകയാണ്. ന്യൂനപക്ഷങ്ങൾ, ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ മഹാപിന്തുണയുള്ള UDF-ഉം ഹിന്ദു സമുദായത്തിൻ്റെ ഭൂരിപക്ഷ വിഭാഗമായി SNDP-യുടെ അല്ലെങ്കിൽ ഈഴവ സമുദായത്തിൻ്റെ പിന്തുണയുള്ള LDF-ഉം തമ്മിലുള്ള പോരാട്ടമായി അത് മാറില്ലേ? അവിടെ ഒരു BJP ഉദ്ദേശിക്കുന്ന ഒരു മെച്ചം അവിടെ ഉണ്ടാകുമോ എന്ന ന്യായമായ സംശയം അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ നിലപാട്, എനിക്ക് കൗതുകം തോന്നി. ശ്രീ RV ബാബു എടുത്ത ആ നിലപാടിൽ ഒരു കൗതുകം തോന്നി. അതുകൊണ്ടാണ് ഇത് വിമർശനപരമായിട്ട് കണ്ടതല്ല, ഒരു കൗതുകപരമായി ഞാനതിനെ കണ്ടു. അതൊരു ലാർജർ ഇംപ്ലിക്കേഷൻസ് ഉള്ളത് കൊണ്ടാണ്. ഹൈന്ദവ താല്പര്യങ്ങൾ ലാർജർ ഇംപ്ലിക്കേഷൻ, അത് ആരോടൊപ്പം നിൽക്കുന്നു എന്നത് മറ്റൊരു ചോദ്യം കൂടിയാണ്.